വെൽക്കം ബാക്ക്. ഇനി നമുക്ക് കാണാം ഡിസ്കൗണ്ട് ഗ്രോസേഴ്സ് അക്കരക്കൂട്ടം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസ്കൗണ്ട് ഗ്രോസേഴ്സ് സ്റ്റാഫോർഡ് ടെക്സസ്. എങ്ങോട്ടാ ഒരുങ്ങി കിട്ടി? ഞാൻ തമ്പിച്ചായനെ ഒന്ന് കാണാൻ പോവാ. തമ്പിച്ചായ ഹോസ്പിറ്റലിൽ നിന്ന് വന്നോ? ആ, ഇന്നലെ വൈകുന്നേരത്ത് വന്നെന്ന് പറഞ്ഞു. നീ വരുന്നോ? വരുന്നെങ്കിൽ വാ. ഓ, ഞാനെങ്ങും വരുന്നില്ല. ഇപ്പൊ സീരിയൽ തുടങ്ങും, അത് കണ്ടിട്ട് വേണം എനിക്കൊന്ന് ഉറങ്ങാൻ. ഞാനൊന്ന് പോയിട്ട് വരാം. പോകുമ്പോ വല്ല പൂ വല്ലതും മേടിച്ചോണ്ട് പോകണം കേട്ടോ. എന്നെ തമ്പിച്ചായൻ ചത്തോ പൂ വാങ്ങിക്കാൻ? നിങ്ങൾ ആ കരിനാക്ക് വളച്ചൊന്നും പറയാതെ, ഒരു രോഗിയെ കാണാൻ പോകുമ്പോ ഇവിടെ എല്ലാരും പൂക്കളൊക്കെ മേടിച്ചോണ്ടാ പോകുന്നത്. അതിപ്പോ നീയും തമ്പിച്ചാനും കൂടെ മുള്ളിത്തെറിച്ച ബന്ധമുണ്ടെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കാശില്ല പൂ വാങ്ങിക്കാനും. നിങ്ങളുടെ കയ്യിൽ ഒരിക്കലും ഇല്ലല്ലോ. ആ ബാഗിങ് എടുക്ക്, ഞാൻ വല്ലതും തരാം. ഇതിനകത്താണോ? ആ, അതിങ് എടുക്ക്. എന്നാ ഞാൻ എടുത്തോളാം. വേണ്ട വേണ്ട, ഞാൻ ഇങ്ങനെ അതൊക്കെ മതി, ഞാൻ എടുത്തു തരാം. എന്നാ $20 ഉണ്ട്. ആ കിച്ചണിൽ വല്ല കുക്ക് ചെയ്തത് പോലെ ഇരിപ്പുണ്ടെ അതുകൂടെ എടുത്തോണ്ട് പോവാ അവർക്ക് കഴിക്കാന്. അവിടെ മറിയാൻ പറ്റത്തേക്ക് 3-4 ദിവസമായിട്ട് അവധിയാ. അവിടെ ചെന്ന് വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കാമെന്ന് വെച്ചാൽ ഞാൻ പോകുന്നത്. അന്നാ ഇനി സ്ഥിരം അങ്ങോട്ട് പോക്കോ കഴിക്കാനും അറിയാൻ ചേട്ടത്തിലെടുത്തോട്ട്. എനിക്ക് അത്രയും പണി കുറഞ്ഞിരിക്കുമല്ലോ. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി തമ്പിച്ചാൻ എന്നാ പറയുന്നുള്ളതേ ഉള്ളൂ. ആരോട് ഫോൺ അടിക്കുന്നുണ്ടല്ലോ? അത് മാത്തുക്കുട്ടിയായിരിക്കും. ഓ, അവനില്ലാതെ ഇപ്പൊ നിങ്ങൾ കക്കൂസി പോലും പോകത്തില്ലല്ലോ. അല്ലെ അവനും കുശനും പോലെ. എടി, ഇവിടെ മലയാളികൾക്ക് ആർക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം സംഭവിച്ചാൽ ഞങ്ങൾ അവിടെ ഓടിയെത്തും. മലയാളിക്ക് കുഴപ്പം വല്ലോണ്ടേ ആദ്യം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ. അത് ചിലപ്പോ അങ്ങനെയൊക്കെ ഓടിയെന്നിരിക്കും. എന്നാ ഈ ബാഗും കൂടെ ഇതും കൂടെ എടുത്തോണ്ട് പോകും. അപ്പൊ ഒരു കാര്യം ചെയ്യും, അവളൊരു 20 രൂപ തന്നിട്ടുണ്ട്. ഒരു പൂക്കടയുടെ അതിലെവിടെ ഇച്ചിരി പൂ വാങ്ങിച്ചേക്കാം. എടാ, അത് തമ്മിച്ചാൻ ഒരു കുപ്പി മേടിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞില്ലേ? നമുക്ക് ആ 20 രൂപയ്ക്ക് ഒരു കുപ്പി മേടിക്കാം. എന്നിട്ട് തമ്മിച്ചാൻ ഇവിടെ നിന്നല്ല ഒരു വീട്ടിൽ നിന്നല്ല പൂവും പറിച്ചു കൊണ്ടാ കൊടുക്കാം. അതിന്റെ ആവശ്യമുള്ളന്ന്. എടാ, നീ എന്റെ കൂടെ നീ ഈ ബുദ്ധിയൊക്കെ പഠിച്ചു. നീ പൂവുള്ള വീടുണ്ടോന്ന് നോക്കി.
കേറിപ്പോര് കേറിപ്പോര്. തമ്മിച്ച ഹാപ്പി കമ്പോണൻസ്. എന്തോ ഹാപ്പി കമ്പോണൻസ്. അവിടെ വെച്ചേ. പിന്നെ എന്തൊക്കെയുണ്ടോ വിശേഷം? തമ്മിച്ചാരിങ്ങനെ ഒരു അസുഖം അറിഞ്ഞപ്പോ ഒന്ന് കാണാതിരിക്കാൻ പറ്റൂ. തമ്മിച്ച അവിടെ മറിയാമ്മ ചേച്ചി എവിടെ പോയി? ഓ, അവിടെ കാര്യം എന്നാ പറയണ, ഈ നേഴ്സ് അസോസിയേഷൻ്റെ പുറകെ നടക്കുക. ഏതാണ്ട് മീറ്റിംഗ് ഉണ്ട് എന്നും പറഞ്ഞു പോയി. ഇനി ഇന്നത്തേക്ക് നോക്കണ്ട. തമിച്ച ഇത് എന്നാ വീഴ്ച വീണ തമിച്ച? തമിച്ചാൻ്റെ കടയിലാണ് വീണേ. എന്നാ പറയണ, നമ്മുടെ കടയിലായിപ്പോയി. വേറെ വല്ലവരുടെ കടയാണായിരുന്നു സൂ ചെയ്ത് വേറൊരു ഗ്യാസ് സ്റ്റേഷൻ കൂടെ മേടിക്കാൻ. നല്ല വേദന ഉണ്ടോ തമിച്ച? ഇടയ്ക്കൊക്കെ നല്ല വേദനയാണ്. പക്ഷെങ്കിൽ എന്തോ അതിൻ്റെ പേര് വൈക്കോടീനെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിനകത്ത് ഈ കഞ്ചാവൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അവനെ രണ്ടെണ്ണം അടിച്ചാൽ പിന്നെ ഒന്നും അറിയത്തില്ല. കേട്ടോ, നല്ലൊരു എണ്ണം. കൈ ഒടിഞ്ഞിട്ടുണ്ടോ തമ്മിച്ച? വട്ടം ഒടിഞ്ഞെന്നേ. പക്ഷെ അവർ കീറിയിട്ട് അതിനകത്ത് ഒരു മെറ്റോറ്റോ ഇട്ട് വെച്ചിരിക്കുക. അതുകൊണ്ട് വേദന. ഈ കൈക്കെന്താ വേദന വരുന്നറിയാമോ? നമ്മുടെ ഈ ദശക്കകത്തോട്ട് ഈ കമ്പി കുത്തി കുത്തി കയറും. അതാ. നീ എൻ്റെ ചോടിക്കടി ചുമ്മാ പൊട്ടത്തരായിരുന്നു പറയാതെ. എടാ, ഞാനിതിപ്പോൾ തെളിയിച്ചു തരാം. തമ്മിച്ച, ഈ കൈക്ക് വെയിറ്റ് തോന്നുന്നുണ്ടോ? വെയിറ്റ് ഒരു സ്വല്പം വ്യത്യാസം തോന്നുന്നുണ്ട്. ഇവിടെ ഈ വെയിറ്റ് നോക്കുന്ന മെഷീനുണ്ട്. ഉണ്ടല്ലോ. ഞാനിപ്പോൾ എടുത്തോണ്ട് ഈ കൈ തമ്മിൽ തൂക്കി നോക്കിയാൽ അറിയാം എത്ര കിലോ ഭാരമുള്ള കമ്പിയകത്ത് കിടക്കുന്നതാണ്. ഇത് ഞാൻ ഈ ഹോസ്പിറ്റലൊക്കെ പണി ചെയ്തിട്ടുള്ളതാണ്. ഇതങ്ങോട്ട് താത്തേ ഇല്ലെന്നേ. അത് തോന്നുന്ന അതിന് കുഴപ്പമൊന്നും വരത്തില്ല. കുഴപ്പമൊന്നും. എന്നെണിക്കാൻ പോവാ. നീ ഇപ്പം നോക്കിക്കോ, ഞാനൊരു ഒരു വിദ്യ കാണിക്കാം. എന്തുവാ അമ്മിച്ചാൻ്റെ നീ തന്നെ മാജിക് കാണിക്കാൻ പോകും? ഒടിയാത്ത കൈ ഇങ്ങോട്ട് വെച്ചു. ഇവിടെ ഇതിലോട്ട് വെച്ചു. വെയിറ്റ് നോക്കാൻ. വെയിറ്റ് നോക്കാൻ ഇല്ലേ? അത് നോക്കിയാൽ 4.5 പൗണ്ട്. ഇനി തമ്മിച്ചാൻ ഈ ഒടിഞ്ഞ കൈ ഇങ്ങോട്ട് വെച്ചു. അതങ്ങോട്ട് വെക്ക് തമ്മിച്ച. അതൊന്നും കുഴപ്പമില്ലെന്നേ. നിനക്കത് പറയാം. അനുഭവിക്കുന്ന ഞാനാ. 6 പൗണ്ട്. വീണ്ടും ഒരു ബ്രേക്ക്. Reflection Media, Houston, Texas. Professional people with latest professional equipments. We do high-definition videos and photography for weddings, engagement, birthday, baptism, and all other occasions in anywhere in US, Canada, and Mexico. Family portraits in affordable prices. Passport photo in 5 minutes. Please call Khalid Taliesin 832-476-8777. Reflection Media, Houston, Texas. Kanan and Patel Energy Efficient Induction Cooker. Distributors wanted in US, Canada, and UK. Contact Vinod Kannan. Discount Grocers, Stafford, Texas. Fresh vegetables, fish, halal meat, frozen foodstuff, കൂടാതെ എല്ലാവിധ ഇന്ത്യൻ ഗ്രോസറി ഐറ്റംസും മിതമായ വിലയിൽ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ടെക്സസിലെ ഏറ്റവും വലിയ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്. ഫോൺ 281-261-8950. Discount Grocers, Stafford, Texas. 4.5 പൗണ്ട്. ഇനി തമ്മിച്ചാൻ ഈ ഒടിഞ്ഞ കൈ കൊണ്ട് വെച്ചു. അതങ്ങോട്ട് വെക്ക് തമ്മിച്ച. അതൊന്നും കുഴപ്പമില്ലെന്നേ. നിനക്കത് പറയാം. അനുഭവിക്കുന്ന ഞാനാ. 6 പൗണ്ട്. മറ്റേ 4.5 ഇത് 6. 1.5 കിലോ ഉള്ള ഒരു കമ്പി അകത്ത് കിടക്കുന്നു. തമിച്ച ഈ കൈക്ക് തണുപ്പ് വരുമ്പം തണുപ്പ് കൂടുതൽ തോന്നുന്നുണ്ടോ? അത് തോന്നുന്നുണ്ട്. ഉണ്ടല്ലേ? ഇത് ചിലപ്പോൾ നേരെ ആയിരിക്കൂടാ. ഈ മെറ്റലുണ്ടല്ലോ പെട്ടെന്ന് തണുക്കും. അതിന് തമ്മിച്ചാൽ എന്തോ ചെയ്യണമെന്നറിയാം. എന്നാ ചെയ്യണം? തണുപ്പായി കഴിഞ്ഞാൽ പിന്നെ എന്നും കയ്യിലൊരു മഫ്ലർ ചുറ്റിക്കണം. അപ്പോൾ പെട്ടെന്ന് തണുക്കുകയല്ല. നീ പിടിച്ച് അനക്കിയതാ. നല്ല വേദന തോന്നടാ. അതിപ്പോൾ തമ്മിച്ചാൻ വിഷമിക്കണ്ട. എന്തോ വേദനക്കുള്ള മരുന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൂട്ടി നീ ഒരു 2 ഗ്ലാസ് എടുത്തുണ്ട്. ഐസും ഗ്ലാസും എല്ലാം.
സ്വയംഭം സാധനമാണ്, മെക്സിക്കനാ, തക്കീലേ. എടാ നീ ഇപ്പം വന്ന വഴി മേടിച്ചതല്ലേ ഇത്? അല്ല, ഇപ്പം വാങ്ങിച്ചതാ. ഇത് പകുതിയുള്ളല്ലോ. ഇത് ഞങ്ങൾ വരുന്ന വഴിക്ക് വണ്ടി ഇരുന്നവരൊന്നും ഒഴിക്കട എളുപ്പം 3 ആഴ്ചയായിട്ട് വിട്ടിട്ട് ആക്രാന്തം കാണിക്കാതെ തമ്പിച്ച. തമ്പിച്ചാൻ ഇത് അടിക്കാൻ പറ്റുമോ? പിന്നെ തമ്പിച്ചാന് കഞ്ചാവുള്ള മരുന്നാണ് കഴിക്കുന്നതെന്ന് ഇപ്പം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അതിനെക്കാട്ടി ഒരു തന്നെ ഇത് തമ്പിച്ചാൻ തക്കീൽ അടിച്ചിട്ടുണ്ട്. ഉണ്ടോ? പക്ഷേ ഇത് ഒറിജിനലി എങ്ങനെ അടിക്കേണ്ടെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് അയച്ചിടാൻ പാടില്ലായിരുന്നു, അയച്ച് വേണ്ടായിരുന്നു. പക്ഷേ ഇട്ട് കിടന്നോട്ടെ. കുളിച്ചാലും തമ്പിച്ചാൻ അപ്പോഴാണ് നടക്കാൻ തുടങ്ങാത് ഇല്ലേ? ഇനി ഇതിനകത്തോട്ട് ഉപ്പിടുക. ഈ നാരങ്ങ നീരയിൽ ഉപ്പിടണം. ഓക്കെ, നീ കല്ലിതിൻ്റെ മേളിൽ ഒഴിക്കുമോ? ഇവിടെ കുറച്ച് വലിച്ചു കയറും. ഇതാണ് സംഭവം. കുഴപ്പമില്ല, ഞാൻ പിടിച്ചേരാം. കുഴപ്പമില്ല. ഇത് ആദ്യം വെക്കണം. കുടിച്ചിട്ട് എങ്ങനെയുണ്ട് തമ്പിച്ച? ഇനി നാട്ടിൽ പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്തോ പ്രശ്നം? നമ്മൾ ആ എയർപോർട്ടിനകത്തോട്ട് കയറുമ്പോഴേ ഇല്ല മറ്റേ മെഷീനകത്തോടാണ് കയറ്റുന്നത്. അന്നേരം തമ്പിച്ചാൻ കയറുമ്പം കിണുകിണാന്ന് മണിയടിക്കും, ഈ കമ്പിയകത്തുള്ളതുകൊണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? പറയാം. ഇതിന് ഡോക്ടറെ അടുക്ക ചെന്നിട്ട് ഒരു എഴുത്ത് വാങ്ങിക്കണം. ഡോക്ടറോട്? എൻ്റെ കൈക്കകത്ത് ഒരു 1.5 കിലോയുള്ള കമ്പി കിടപ്പുണ്ട്, അതും കൊണ്ടാണ് യാത്ര ചെയ്യുന്നതെന്ന് ഒരു എഴുത്ത് വാങ്ങിച്ചാൽ അത് അവരെ കൊണ്ട് കാണിച്ചാൽ എന്നിട്ട് വേണം അവരെന്നെ പിടിച്ചകത്താക്കാൻ. തമ്പിച്ചാൻ വർത്തമാനെ പറഞ്ഞു. ഇവിടെ ചെവിക്കകത്ത് ഉണ്ട കയറിയിരിക്കുന്നവരെ ആ എഴുത്തും കൊണ്ടില്ലേ പോകുന്നത്. ഒഴിയടാ ഒരെണ്ണം മൊഴി. തമ്പിച്ചാൻ ഈ കള്ളുകട ഉണ്ടായിട്ടും ഇവിടെ ഈ സാധനമൊന്നും ഇല്ലേ? എന്നടാ 2-3 ആഴ്ചയായില്ലേ ഇത് മേടിച്ച് വെച്ചാൽ അത് തീരാതെ എനിക്ക് ഉറക്കം വരത്തില്ല. അതുകൊണ്ട് ഈ 2-3 ആഴ്ചയല്ലേ പുറത്തോട്ടിറങ്ങി ഒഴിയടാ. ഇത് ഒരുമാതിരി തെണ്ടിയോട് തെണ്ടിത്തരം കാണിക്കുന്ന ഏർപ്പാടായി പോയി നമ്മളെ കൊണ്ട് എന്തോ ഒരു കള്ളും മേടിച്ചെന്ന് ഇങ്ങനെയാണ് അവിടെ. അങ്ങോട്ട് കയറ്റേ, ഒരു കുഴപ്പമില്ല, നമ്മൾ കയറ്റിക്കോ. ബട്ടൺ ഓർമ്മ അയക്കണം. ഇനിയുണ്ടല്ലോ ഈ ഗ്ലാസ് എനിക്ക് എന്തോ ഉറങ്ങ ഒഴിക്കാം. വേണ്ട, എനിക്കൊരു ചെറിയ വല്ല. ജോണിക്കുട്ടിയെ എടാ തമ്പിച്ചാൻ എന്നാ പറ്റില്ല? ജോണിക്കുട്ടിയെ നീ മൂക്ക കഴിയുന്ന വെച്ചോ, നോക്കി ശ്വാസം ഉണ്ടോ? ഉണ്ടെന്നാ തോന്നുന്നേ. നീ ഒന്ന് നോക്കിയേ, എനിക്ക് പേടിയാണോ? ഉണ്ടോട്ടാ? എന്നെ കാണിക്കാം, എന്നെ കാണിക്കാം. ഇവിടെ കണ്ട് പിടിച്ച് അനങ്ങുന്നുണ്ടോന്ന് അറിയാമെന്ന് പറയും. എന്നതാ നീ ഇപ്പം എന്നാ കാണിക്കും? സംഗതി കുഴപ്പമാണ്. നീ ഒരു കാര്യം, കുപ്പി ഇതെല്ലാം എടുത്തു. നമ്മളിവിടെ വന്നിട്ടില്ല, നമ്മൾ തമ്മിച്ചാനെ കണ്ടിട്ടില്ല, വിട്ടോടാ. ഗ്ലാസ്സും എടുക്കാം അല്ലേ? ഗ്ലാസ്സെല്ലാം എടുത്തു, നമ്മളിവിടെ വന്നിട്ടില്ല. എന്നാൽ അടുത്ത ആഴ്ച ഒരു അടിപൊളി എപ്പിസോഡുമായി ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.